അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു നല്ലൊരു ക്ലാസ് ആയിരിക്കും. ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ലൊരു ഓൺലൈൻ സെഷനാണ്. ക്ലാസ് അടിപൊളിയായിരുന്നു. ഇങ്ങനത്തെ ഓൺലൈൻ കയറിയിട്ടുണ്ട്, പക്ഷെ ഇത്രയും എവിടെ നിന്നും കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഒരു ഫിലിം സ്കൂളുകളോ അല്ലെങ്കിൽ എവിടെയും നിങ്ങൾക്ക് ഈ ഒരു ഇതല്ല, നിങ്ങൾ ഇനിയിപ്പം ഇത്ര പൈസ കൊടുത്തു എന്ന് പറഞ്ഞാലും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും കാര്യങ്ങൾ ഒരു റൈറ്റർ, ഒരു തിരക്കഥാകൃത്ത് അറിഞ്ഞിരിക്കേണ്ട വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ 2 ദിവസത്തിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത്, അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇത് ധർമ്മ പ്രൊഡക്ഷൻസ് അവരുടെ ടീം തന്നിട്ടുള്ള ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ആണ് ഞാൻ ഈ പറയുന്നത്. ഇതേപോലെ തന്നെയാണ് എല്ലാ പ്രൊഡക്ഷൻ കമ്പനിയും, ഇന്ത്യയിലെ എല്ലാ പ്രൊഡക്ഷൻ കമ്പനികളും. ഞാൻ പറയുന്നത് തട്ടിക്കൂട്ട് പ്രൊഡക്ഷൻ കമ്പനിയുടെ കാര്യമല്ല, ധർമ്മ പ്രൊഡക്ഷൻസ് പോലെയുള്ള ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ഷൻ കമ്പനിയും, ഹോംബാല ആണെങ്കിൽ എല്ലാവരും ഈ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഫോളോ ചെയ്ത് വരുന്നത്. കാരണം ഇത് ലീഗലി അവർക്കും സേഫ് ആണ്, ലീഗലി നോക്കുകയാണെങ്കിൽ റൈറ്റർക്കും സേഫ് ആണ്. രണ്ടുപേർക്കും ലീഗലി സേഫ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഈ ഒരു പ്രൊസീജിയർ. അപ്പൊ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൽ ആ ഒരു മെയിലിനകത്ത് നിങ്ങൾ ഒന്നോ രണ്ടോ സെന്റൻസിൽ നിങ്ങളുടെ ആ ഒരു ലോഗ് ലൈൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിനോപ്സിസ് മാത്രമാണ് അയക്കേണ്ടത്. എന്താണ് സിനോപ്സിസ് അല്ലെങ്കിൽ എങ്ങനെയാണ് അയക്കേണ്ടത് നമുക്ക് ഇപ്പൊ പഠിക്കാം. ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാം. സാധനം നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുന്നു, അവർക്ക് അത് ഇഷ്ടപ്പെട്ടാൽ മാത്രം അവർ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ജെനി നേരത്തെ ചോദിച്ചിരുന്നു കോൺടാക്ട് ചെയ്യാതിരിക്കാലോ. അതെ, ഈ 100 പേര് അയക്കുന്നുണ്ടെങ്കിൽ ഒരാളെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നെങ്കിൽ ബാക്കി 99 പേരെയും അവർ സെലക്ട് ചെയ്യില്ല. അപ്പൊ അങ്ങനെയുള്ള അവർ തിരിച്ച് കോൺടാക്ട് പോലും ചെയ്യാറില്ല. നിങ്ങൾ അപ്പം അൺലിമിറ്റഡ് സമയമൊന്നും കാത്തിരിക്കരുത്, കാത്തിരിക്കുന്നതിന് ഒരു ടൈം ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ അവരെ കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് സൈൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. അതായത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇന്ന പ്രൊഡക്ഷൻ കമ്പനി നിങ്ങളോട് നിങ്ങളുടെ സിനിമയുടെ കഥ, ഈ കഥയെന്ന് പറഞ്ഞ് നിങ്ങൾ വർഷങ്ങളോളം തല പുകച്ച് എഫേർട്ട് ഇട്ട് കണ്ടെത്തിയ കഥയാണ്, അതിന് അകത്തൊരു കോർ സാധനം ഇരിപ്പുണ്ട്. ആ സാധനം നിങ്ങൾ ഈ ഇതിൽ പറഞ്ഞിട്ടില്ല, എവിടെ നിങ്ങളുടെ സിനോപ്സിസിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ല, അവർക്ക് മെയിൽ അയച്ച ആദ്യത്തെ ആ ഒരു 2-3 സെന്റൻസ് നിങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് ആ സാധനം ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണ്, ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ഞങ്ങളോട് ബാക്കി കഥ പറയണം. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയോട് നിങ്ങളുടെ കഥ ഡിസ്ക്ലോസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള അതാണ് നോൺ ഡിസ്ക്ലോസർ അഗ്രിമെന്റ്. അപ്പൊ ഇതിൽ അർത്ഥമാക്കുന്നത്, ഈ കഥ അവര് ഈ ഒരു പർപ്പസിന് വേണ്ടി നിങ്ങളുടെ കൂടെ ചേർന്നുകൊണ്ട് സിനിമയാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു കഥ നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ആ കഥ വേറൊരു കാര്യത്തിനും ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ മറ്റാരോടും ഷെയർ ചെയ്യില്ല എന്നുള്ള എഗ്രിമെന്റ് ആണത്. അപ്പൊ നാളെ നിങ്ങൾ ഈ കഥ പറഞ്ഞു, ഈ NDA ഒപ്പിട്ടു, നാളെ അവർ വേറൊരു സിനിമ ഇതേ കഥ വെച്ചിട്ട് വേറെ സിനിമ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിക്കെതിരെ ലീഗലി പോകാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ NDA സൈൻ ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളുടെ തിരക്കഥ അല്ലെങ്കിൽ നിങ്ങളുടെ കഥയുടെ കോർ സാധനം അവരോട് ഷെയർ ചെയ്യാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് സിനോപ്സിസ്. ഓക്കെ, ആർക്കെങ്കിലും പറയാമോ എന്താ സിനോപ്സിസ് എന്ന് പെട്ടെന്ന് പറയാമോ? നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ്. സിനോപ്സിസ് ആരും അറിയോ എന്താണ്? ആർക്കെങ്കിലും? കഥയുടെ ചുരുക്ക രൂപമല്ലേ ബ്രോ? അതെ 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 അതെ. എഴുതിയിട്ടുണ്ടോ അതിന് മുമ്പ് സിനോപ്സിസ്? എഴുതിയിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. പ്രൊഡക്ഷൻ കമ്പനികൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടോ? പ്രൊഡക്ഷൻ കമ്പനികൾക്കായിട്ട് അയച്ചിട്ടില്ല, ആക്ടേഴ്സിന് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സ്റ്റോറി വേറെ, സിനോപ്സിസ് വേറെ. അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്, സൂക്ഷ്മദർശിനി കാണാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സിനിമ ആരെങ്കിലും കാണാത്തതുണ്ടോ? ഓക്കെ, ആരാ കാണാത്തത്? മോഹൻലാൽ GP കണ്ടില്ല. ഓക്കെ, മോഹൻലാൽ സാർ ഇത് കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ സൂക്ഷ്മദർശിനിയുടെ സിനോപ്സിസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് തന്നെ എടുത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അത്രയ്ക്ക് ബ്രില്യൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ തന്നെ എടുത്തത്. അതിന്റെ സിനോപ്സിസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതായത് NDA സൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു പ്രൊഡക്ഷൻ കമ്പനിക്ക് അയക്കുന്ന, അതായത് ഇപ്പം മോഹൻലാൽ സാറാണ് പ്രൊഡ്യൂസർ, ഞാൻ മോഹൻലാൽ സാറിന് സിനിമ കണ്ടിട്ടില്ല, മോഹൻലാൽ സാറിന് അങ്ങനെ ഒരു പടത്തെ കുറിച്ച് അറിയില്ല. അപ്പൊ ഞാൻ സൂക്ഷ്മദർശിനി സിനിമ എഴുതിയത് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പൊ ഞാൻ മോഹൻലാൽ സാറിന് ഇത് അങ്ങോട്ട് അയച്ചു തരികയാണ്, അതായത് ഈ സിനോപ്സിസ് അയച്ചു തരികയാണ്. അപ്പൊ അത് വായിക്കാൻ നേരം ആ ഒരു വായിച്ച് കഴിഞ്ഞിട്ട് സാർ ആ സിനിമ ഒന്ന് കാണുകയാണെങ്കിൽ അതിനൊരു ഞാൻ ആ അയച്ച സിനോപ്സിസിൽ നിന്ന് എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം ഒഴിവാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. മോഹൻലാൽ സാർ വായിക്കുമോ തോന്നുന്നു. ഒരു പൈലറ്റ് ഫിലിം ചെയ്യണം. പൈലറ്റ് ഫിലിം ചെയ്യുമ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പൈസ ആവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ സിനിമ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ആ ഒരു നിങ്ങളുടെ ആ സിനിമയുടെ എന്തെങ്കിലും, ഇപ്പൊ ഞാൻ സിനോപ്സിസ് പറഞ്ഞ കണക്ക് തന്നെ ആ സിനിമയുടെ എന്തെങ്കിലും ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ആ സിനിമയിൽ സംഭവിക്കുന്ന എന്തെങ്കിലും പ്രധാനപ്പെട്ട ഇൻസിഡന്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം, ഇപ്പൊ മാർക്കോടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞ, മാർക്കോ ഒരു വയലൻസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സീൻ ഉണ്ടെന്ന് വെക്കാം. നിങ്ങളാണ് മാർക്കോടെ തിരക്കഥ എഴുതി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മാർക്കോടെ പൈലറ്റ് ഫിലിം എടുക്കണമെങ്കിൽ നിങ്ങൾ ആ മാർക്കോയിലുള്ള ഏതെങ്കിലും ഒരു വയലൻസ് ആയിട്ടുള്ള ഏതെങ്കിലും ആൾക്കാർക്ക് ആ 2 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ ബാക്കി സിനിമ കാണാൻ തോന്നുന്ന, അതുപോലെ ആ 2 മിനിറ്റിൽ ഒരാൾ അഭിനയിക്കുകയാണെങ്കിൽ ആ അഭിനയിക്കുന്ന കഥാപാത്രം താനാകണമെന്ന് ഈ പറയുന്ന ആക്ടേഴ്സിന് തോന്നുന്ന രീതിയിൽ ആ ഒരു പൈലറ്റ് ഫിലിം നിങ്ങൾ മേക്ക് ചെയ്യണം. എന്തെങ്കിലും അപ്പൊ പിച്ച് ഡെക്കിന്റെ ഒരു സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. പിച്ച് ഡെക്ക് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? എന്താണെന്ന് അറിയാത്ത
ഇത് മിഷൻ ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒരു തെലുങ്ക് പടത്തിന്റെ ഓൾറെഡി റിലീസായ പടമാണ്. 2022 2021 റിലീസായ പടത്തിന് അതിന്റെ പിച്ച് ഡെക്ക് ആണ്. ഇതൊരു സാമ്പിൾ ആണ്. ഇതേ ഓർഡർ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു തരികയാണ്. നിങ്ങളുടെ കഥയ്ക്ക് അനുയോജ്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഷഫിൾ ചെയ്യാം. ഫുൾ ഫ്രീഡം ഉണ്ട്. ഇങ്ങനെ തന്നെ വേണമെന്നില്ല. ഞാൻ വേറെ പല ഇതുകൂടെ കാണിക്കാം. അതായത് സംശയമൊന്നുമില്ല, ക്ലാസ് അടിപൊളിയായിരുന്നു. ഞാൻ ഇങ്ങനത്തെ ഓൺലൈൻ കയറിയിട്ടുണ്ട്, പക്ഷെ ഇത്രയും എവിടെ നിന്നും കിട്ടിയിട്ടില്ല. താങ്ക്സ് എന്തായാലും. റൈറ്റർ ഒരു തിരക്കഥാകൃത്ത് അറിഞ്ഞിരിക്കേണ്ട വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ 2 ദിവസത്തിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് നിങ്ങളുടെ ഭാവനയാണ്. ഇതൊക്കെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് അവിടെ നിർത്തിയിട്ട് നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾ ഇതെല്ലാം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കഥ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനും നിങ്ങൾക്ക് നല്ലൊരു തിരക്കഥാകൃത്താവാനും ഒക്കെ പറ്റേണ്ടതാണ്. അപ്പം ഒന്ന് നല്ല തിരക്കഥ എഴുതുക, നല്ല രീതിയിൽ അതിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് രണ്ടും ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു തിരക്കഥാകൃത്താവാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ തിരക്കഥ എഴുതാൻ പറ്റട്ടെ എന്നും നല്ല കഥകൾ എഴുതിയിട്ട് സിനിമയിലേക്ക് കയറാൻ പറ്റട്ടെ എന്നും കരുതട്ടെ. സന്ദീപ് ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട്. സന്ദീപ് പറയൂ. ഹലോ. ഹലോ. എനിക്ക് ശരിക്കും വളരെ വാല്യുബിൾ ആയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. കാരണം നിങ്ങളുടെ വീഡിയോ തന്നെ കാണുമ്പോൾ അറിയാം, വളരെ സിൻസിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചും പറയുന്ന ഒരു ഇത്രയും നല്ല വീഡിയോ. ഞാൻ ഒരുപാട് വീഡിയോ സെർച്ച് ചെയ്യുന്നതാണ്, ഇംഗ്ലീഷ് അടക്കം. പക്ഷെ ഇത്രയും വ്യക്തമായിട്ട് നമുക്ക് മറ്റേ എന്താ പറയുക, നമ്മൾ ഒരുപാട് വിഷ്വൽ കണ്ടന്റ്സ് ഇല്ലാതെ തന്നെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമായിരുന്നു. അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു നല്ലൊരു ക്ലാസ് ആയിരിക്കും. ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ലൊരു ഓൺലൈൻ സെഷനാണ്. അത് ഒന്നാമത്തെ കാര്യം, ചിലപ്പോൾ സിനിമയിൽ എത്തിപ്പെട്ടവർക്ക് പോലും അല്ലെങ്കിൽ ഇത്രയും കാലം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പോലും ചിലപ്പോൾ ഇത്രയും നല്ല അറിവുകൾ ഉണ്ടാവാൻ സാധ്യതകൾ കുറവാണ്. കാരണം അവരൊക്കെ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും, അവര് സിനിമകൾ ഹിറ്റ് ആവുന്നുണ്ടാവും, ചിലപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് നിന്ന് പോകുന്നുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നത് നമുക്ക് ലോങ് റണ്ണിൽ ഈ ഇൻഫർമേഷൻസ് എല്ലാം ഒരുപാട് ഗുണം ചെയ്യും തോന്നുന്നു. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാവർക്കും നോട്ട്സുകളും കാര്യങ്ങളൊക്കെ തന്നെ വാട്സപ്പിൽ നിങ്ങളുടെ പേഴ്സണലിൽ അയക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വാട്സപ്പിലേക്ക് തന്നെ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് അയക്കാൻ പറ്റുന്നതാണ്. ഗ്രൂപ്പ് നമുക്ക് ടെലഗ്രാമിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിങ്ങളെ ആഡ് ചെയ്യാം. ഈ നമ്പർ ഞാനല്ലേ എല്ലാവർക്കും ടെലഗ്രാം ഉള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരും അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ അതിൽ വേണമെങ്കിൽ നോട്ട്സ് എല്ലാം തന്നെ ടെലഗ്രാമിൽ വിടാം. അപ്പൊ നിങ്ങൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പരസ്പരം പല കാര്യങ്ങളും മുന്നിലേക്ക് കൊണ്ടുപോകാനും പറ്റും. അപ്പൊ ഞാൻ ആക്റ്റീവായിട്ട് ആ ഗ്രൂപ്പിൽ ഉണ്ടാവും. ഓൾറെഡി നമുക്ക് വേറൊരു ഗ്രൂപ്പ്, ജനറൽ ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ പല ഫയൽസുകളും ഈ പറഞ്ഞ ഫിലിം റിലേറ്റഡ് സാധനങ്ങളെല്ലാം കാണും. ഫയൽസിൽ പോയി കഴിഞ്ഞാൽ, ഗ്രൂപ്പിൽ പോയിട്ട് ഫയൽസിൽ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം എടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ അതിലൂടെ ജോയിൻ ചെയ്തിരുന്നു കഴിഞ്ഞാൽ പുതിയ പുതിയ അപ്ഡേറ്റുകളും പുതിയ കാര്യങ്ങളൊക്കെ അതിലെടുക്കുന്നതാണ്. നമ്മുടെ പുതിയ ഗ്രൂപ്പിലേക്കും ഞാൻ ആക്റ്റീവായിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ക്ലാസ് എല്ലാവർക്കും വാല്യുബിൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളെ ഇൻഡിവിജ്വലി വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, എല്ലാവർക്കും ബൈ. ബൈ.